പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വൻ സ്ഫോടനം. മസ്ജിദിന് സമീപം നടന്ന പൊട്ടിത്തെറിയിൽ 31 പേർ കൊല്ലപ്പെട്ടു. 150-ലേറെ പേർക്ക് പരിക്കേറ്റു. തർലായി മേഖലയിലെ ഷിയ പള്ളിയിലാണ് സ്ഫോടനം ഉണ്ടായത്. ചാവേർ സ്ഫോടനം എന്നാണ് നിഗമനം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, സ്ഫോടനത്തിന് പിന്നിൽ ആരാണ്? എന്താണ് വിശദാംശങ്ങൾ? അൽനമ്പ്യാർ, നിലവിൽ ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. 31 മരണമാണ് ഇതുവരെയായിട്ട് സ്ഥിരീകരിച്ചത്. ഏതാണ്ട് 169-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇത് ഇന്ന് ഉച്ചയോടുകൂടി ഈ വെള്ളിയാഴ്ച നമസ്കാരത്തിനിടെ ഷിയ പള്ളിയിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനമുണ്ടായത്. ഈ ഷെയ്സ ടൗൺ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഇസ്ലാമാബാദിൽ നിന്ന് ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. ഈ ടൗണിലെ ഒരു ഷിയ പള്ളിയിൽ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു സ്ഫോടനം ഉണ്ടായത്. ഈ വെള്ളിയാഴ്ച നമസ്കാരത്തിനായി ആളുകൾ കൂടുതലായി എത്തിയിരുന്നു. ഈ സമയത്ത് സെക്യൂരിറ്റി പരിശോധന നടക്കുകയായിരുന്നു. ഈ സെക്യൂരിറ്റി പരിശോധനയ്ക്ക് അരികിലേക്ക് ഈ ചാവേറായ വ്യക്തി എത്തിയെന്നും ഇയാളെ പരിശോധിക്കുന്നതിനിടയിൽ ഇയാൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ദൃക്സാക്ഷികളും മറ്റും വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഏതാണ്ട് 169-ലധികം പേർക്ക് പരിക്കേറ്റപ്പോൾ ഇതിൽ പരിക്കേറ്റവരുടെ നില വളരെ ഗുരുതരമായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ പാകിസ്ഥാനിൽ നിന്നും ലഭ്യമാകുന്നത്. അതേസമയം തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും TTK എന്നുള്ള ഭീകരവാദ സംഘടനയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ചില പ്രാദേശിക മാധ്യമങ്ങളും മറ്റും വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരവാദ സംഘടന, ആ ഭീകരവാദ സംഘടനയിൽ അംഗമാണ് ഈ ചാവേറായത് എന്നുള്ളതാണ് പ്രാദേശിക മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത്. അതേസമയം ഔദ്യോഗികമായ ഒരു സംഘടനയും ഇത് ഏറ്റെടുത്തിട്ടില്ല. പാകിസ്ഥാനൊട്ട് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമില്ല. നമ്പ്യാർ. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വൻ സ്ഫോടനം. മസ്ജിദിന് സമീപം നടന്ന സ്ഫോടനത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. 150-ലേറെ പേർക്ക് പരിക്കേറ്റു. തർലായി മേഖലയിലെ ഷിയ പള്ളിയിലാണ് സ്ഫോടനമുണ്ടായത്. ചാവേർ സ്ഫോടനം എന്ന് തന്നെയാണ് നിഗമനം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.